ഉൽപ്പത്തി പുസ്തകം 29 അധ്യായം 17 വാക്യം. ലേയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്ത യാക്കോബിന്റെ 2 ഭാര്യമാർ, ഒന്ന് ലേയും 2 റാഹേലും. 15 മുതലുള്ള വാക്യങ്ങളിൽ യാക്കോബിന്റെ വിവാഹ ഉടമ്പടി നമുക്ക് കാണുവാൻ കഴിയുന്നു. ലാബാനുമായി താൻ ഏർപ്പെട്ട ഒരു വിവാഹ കരാർ. ഇവിടെ യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചു എന്ന് 17 വാക്യത്തിലും 20 വാക്യത്തിൽ അവൻ അവളെ സ്നേഹിക്കൊണ്ട് അതവൻ അല്പകാലം പോലെ തോന്നി എന്ന് വീണ്ടും നാം വായിക്കുന്നു. 30 വാക്യത്തിൽ റാഹേലിനെ ലേയേക്കാൾ അധികം സ്നേഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ 17 വാക്യം ലേയെ കുറിച്ച് വളരെ സ്പെസിഫിക് ആയി പറഞ്ഞത്. ലേയ റാഹേലിന്റെ അത്ര സുന്ദരിയോ വശ്യമായ മനോഹാരിത അവകാശപ്പെടുവാൻ കഴിയുന്ന ഒരു പ്രകൃതമോ ഉള്ള വ്യക്തിത്വം ആയിരുന്നില്ല. എന്നാൽ തന്റെ വിവാഹ കരാറിൽ ലാബാൻ യാക്കോബിനെ ചതിച്ചു. അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, ചതിക്കുന്നവർ ചതിയിൽ അകപ്പെടും, കുഴി കുഴിക്കുന്നവൻ അതിൽ തന്നെ വീഴും. നാം കൊടുക്കുന്നത് അതേ നാണയത്തിൽ നമുക്ക് തിരിച്ചു കിട്ടും. ഇതൊരു വിചിത്രമായ കാര്യമല്ല. ഇപ്രകാരം നാം അത് മനസ്സിലാക്കണം. ചതിയൻ ചതിക്കപ്പെടുന്നു. തന്റെ ജ്യേഷ്ഠനെ ചതിച്ച് ഏശാവിൽ നിന്ന് ജ്യേഷ്ഠാവകാശവും തന്റെ പിതാവിനെ ചതിച്ച് ഇസ്ഹാക്കിൽ നിന്ന് അനുഗ്രഹവും യാക്കോബ് കരസ്ഥമാക്കി. ഹാരാനിലെത്തിയ യാക്കോബിനെ തന്റെ അമ്മായിപ്പൻ ചതിക്കുന്നു. ലാബാന്റെ ഇളയ മകളും സുന്ദരിമായ റാഹേലിനെ വിവാഹം ചെയ്യാമെന്നുള്ള വ്യവസ്ഥയിൽ യാക്കോബ് ഭാവി അമ്മായിപ്പനെ 7 വർഷം സേവിച്ചു. സേവന കാലാവധി പൂർത്തിയാക്കിയ യാക്കോബിന് റാഹേലിന് പകരം സൗന്ദര്യവതിയല്ലാത്ത ലേയെ നൽകി ലാബാൻ വഞ്ചിച്ചു. തന്റെ പിതാവിന്റെ അന്ധതയെ ചൂഷണം ചെയ്ത് ജ്യേഷ്ഠന് ലഭിക്കേണ്ട അനുഗ്രഹവും അപ്പന്റെ കയ്യിൽ നിന്ന് തനിക്ക് ചോദിച്ചു വാങ്ങിയ അനുഗ്രഹങ്ങളും അപഹരിച്ച് തനത് പ്രാപിച്ചപ്പോൾ രാത്രിയുടെ അന്ധതയെ ചൂഷണം ചെയ്ത് ലാബാൻ അനുജത്തിക്ക് പകരം ജ്യേഷ്ഠത്തിയെ നൽകി യാക്കോബിനെയും വഞ്ചിച്ചു. പ്രിയരെ, നമുക്ക് എന്താ പഠിക്കുവാൻ കഴിയും? ഇത്ര മാത്രമേ ഉള്ളൂ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഗലാത്യ ലേഖനം 6:7. എന്തുകൊണ്ട് ഞാൻ ഈ പാസേജ് എടുത്തു? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മോർണിംഗ് മെസ്സേജിൽ ഇന്ന് നിങ്ങളോട് പറയുവാൻ നൽകിയൊരു ദൂതാണിത്. പുറമേയുള്ള ലേയുടെ ബാഹ്യമായ ഘടന, അല്ലെങ്കിൽ എല്ലാവരും പ്രശംസിക്കത്തക്കവണ്ണം ഉള്ള പുറമേ ഉള്ള തന്റെ സൗന്ദര്യം ആർക്കും ആകർഷമായി തോന്നുന്ന ഒന്നല്ല എന്ന് ഈ വാക്യത്തിൽ തന്നെയുണ്ട്. പക്ഷേ തുടക്കം ഒത്തിരി പോരായ്മകളും കുറവുകളും സ്നേഹമില്ലായ്മയും താഴ്ചകളും അംഗീകാരമില്ലായ്മയും, അപ്പോൾ തന്നെ ഒരേ കുടുംബത്തിൽ നിന്ന് ആദരവും പ്രശംസയും കരുതലുകളും ഒന്നും അനുഭവിക്കാൻ കഴിയാതെ കുടുംബത്തിനുള്ളിൽ ഒരു അടിമയെ പോലെ ജീവിച്ച ലേയ, പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു? അതിന് പിന്നിൽ വലിയൊരു ആത്മീയ ആശയമുണ്ട്. പുറമേ ഉള്ള നമ്മുടെ സൗന്ദര്യവും മനോഹാരിതയും ഔന്നത്യങ്ങളും, അല്ലെങ്കിൽ എല്ലാവരും പ്രശംസയും പുകഴ്ചയും പറയുന്ന നമ്മുടെ മെറിറ്റ്, അതിനേക്കാളൊക്കെ അപ്പുറത്ത് ധാരാളം ദൈവകൃപ നമ്മൾ ഇന്നത്തെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ലേയുടെ മേൽ ദൈവം പകർന്നു. നമ്മൾ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ 31 വാക്യത്തിൽ ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടു. യാക്കോബിന് സ്നേഹമില്ലായ്മ. യാക്കോബ് നിരന്തരം തന്നെ അവഗണിക്കുന്നു. സ്വന്തം ഭർത്താവിൽ നിന്ന് യാതൊരു നിലയിലുള്ള അംഗീകാരമോ അനുകമ്പയോ ആദരവോ ലഭിക്കാതെ ഒരു കുടുംബത്തിൽ തന്നെ പാർക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ തന്നെ ഒരു വിധി വൈപരീത്യം മനസ്സിലാക്കാൻ കഴിയും. ഒരുപക്ഷെ ദൈവം യാക്കോബിനെ പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ ഒരു കാര്യമാണിത്. ലേയുടെ കംപ്ലൈന്റ്, ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല. റാഹേലിന്റെ പരാതി, നീ എനിക്ക് മക്കളെ തരുന്നില്ല. 2 സ്ത്രീകൾ ഒരുപോലെ ഒരു പുരുഷനെതിരെ കുറ്റാരോപണങ്ങൾ, വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ്. ഒരു തരത്തിൽ റാഹേലിനെ സഹായിക്കുവാൻ യാക്കോബിന് ഇവിടെ കഴിയുന്നില്ല. എന്നാൽ അതിന് മറ്റൊരു തലത്തിൽ ലേയെ കൂടുതൽ ചേർത്ത് പിടിക്കുവാനും കരുതുവാനും തന്റെ ഭാര്യ എന്ന നിലയിൽ തന്നെ മനസ്സിലാക്കുവാനും ഇതുവരെയും തയ്യാറാകാത്ത, അല്ലെങ്കിൽ യാക്കോബിന്റെ അനിഷ്ടം, യാക്കോബ് തന്നെ അവഗണിക്കുന്നു എന്നുള്ളത് 31 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് നിരന്തരമായി കാണാൻ കഴിയും. അവിടെ മുതലാണ് ലേയുടെ ചരിത്രം ആരംഭിക്കുന്നത്. ഓരോ പ്രാവശ്യം തനിക്ക് ലഭിക്കുന്ന ദാനം, നന്മ, അനുഗ്രഹങ്ങൾ, ആ സമയത്തെല്ലാം ലേയുടെ ഒരു പ്രാർത്ഥനയും അപേക്ഷയും, എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും, ഇനിയും എന്നെ സ്നേഹിക്കും എന്നുള്ള തലത്തിൽ ലേയ ആശിക്കുകയാണ്. എന്നിട്ടും പ്രിയമുള്ളവരെ, യാക്കോബിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല. ഇവിടെയാണ് പ്രിയമുള്ളവരെ നമുക്ക് ലേയ്ക്ക് വന്ന ഒരു ട്രാൻസിഷൻ. ഭർത്താവിന്റെ താല്പര്യങ്ങളും വാത്സല്യങ്ങളും അനുകമ്പയും സ്നേഹവും ഒരു തരത്തിലും പിടിച്ചു പറ്റുവാൻ ഇനിയും ഒരു സാഹചര്യവും അവശേഷിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ലേയ തന്റെ ഫോക്കസ്, തന്റെ ഉന്നം, അല്ലെങ്കിൽ തന്റെ ലക്ഷ്യം മാറി ദൈവത്തിലേക്ക് തിരിഞ്ഞു. പ്രിയമുള്ളവരെ, ചില സാഹചര്യങ്ങൾ നമ്മളെ മാനുഷികമായ താല്പര്യങ്ങളിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്ന്, ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്ന്, മനുഷ്യന്റെ സഹായമായ കരവലയത്തിന്റെ സാമീപ്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്ന പലതും ഉണ്ടാകാം. അതൊന്നും ലഭ്യമാകാതെ വരുമ്പോൾ മനുഷ്യന്റെ സാന്നിധ്യവും മനുഷ്യന്റെ
ഇടപെടലുകളും ഒക്കെ വിട്ടിട്ട് നാം ദൈവത്തെങ്കിലേക്ക് തിരിയും. ആ നിമിഷം മുതൽ നമ്മുടെ ഡെസ്റ്റിനി, നമ്മുടെ വിധി മാറി നാം മറ്റൊരു മഹത്വത്തിലേക്ക് നമ്മെ വഴിമാറ്റുവാൻ ഇന്നലകൾ നാം നേരിട്ട അല്ലെങ്കിൽ ഇന്നുവരെയും നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അതിനപ്പുറമായി മറ്റെന്തോ ഒന്നിലേക്ക് നമുക്ക് വഴിമാറി പോകുവാൻ ചില അവസരങ്ങൾ ഉളവായി വരുമ്പോൾ അതാണ് പ്രിയമുള്ളവരെ ദൈവത്തെ നിങ്ങളുടെ മേലുള്ള ഒരു ഇടപെടൽ എന്ന് പറയുന്നത്. ഇപ്പോൾ അവൾ ഭർത്താവിന്റെ അംഗീകാരത്തിനോ താല്പര്യങ്ങൾക്കോ അവകാശങ്ങൾക്കോ ഇഷ്ടങ്ങൾക്കോ നിന്നുകൊടുക്കുകയല്ല, ലേയ ദൈവത്തെങ്കിലേക്ക് തിരി എന്ന് പറയുന്നു. ഓരോ തലമുറകളെ തനിക്ക് ലഭിക്കുമ്പോൾ അതെല്ലാം ദൈവപ്രവൃത്തിയുടെ മഹത്വത്തിലേക്ക് തനിക്ക് വഴിമാറുവാനുള്ള ഓരോ സാഹചര്യമായി ആരും സ്നേഹിക്കാത്തവരെയും ആർക്കും സ്നേഹിക്കാനാവാത്തവരെയും ദൈവം സ്നേഹിക്കുന്നു. അവരുടെ ഏകാന്തതയും കണ്ണുനീരും ദുഃഖവും കാണുന്ന ദൈവം അവരെ കരുതുന്നു. ഇസ്രായേലിലെ വലിയതും ശ്രേഷ്ഠവുമായ 2 ഗോത്രം കൊണ്ട് അമ്മയായി തീരുവാൻ ലേയ്ക്ക് ഭാഗ്യം ലഭിച്ചു. ലേവിയും യഹൂദയും നിരന്തരമായി താൻ തിരസ്കരിക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടപ്പോൾ ലേയ ദൈവിക സന്തോഷത്തിലേക്ക് വഴിമാറി. വാസ്തവത്തിൽ പല പ്രാവശ്യവും യാക്കോബ് തന്നെ സ്നേഹിക്കുമെന്ന് ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ, രൂബേനെ കാണുമ്പോൾ, ശിമിയോനെ കാണുമ്പോൾ, ലേവിയെ കാണുമ്പോൾ എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്ന് അവൾ ചിന്തിക്കുന്നതിൽ ഒട്ടും തെറ്റില്ല. ലേവി എന്ന പേരിന്റെ അർത്ഥം തന്നെ കൂട്ടിയിണക്കുക, രഞ്ജിപ്പിക്കുക, വിള്ളലുകൾ ഒന്നാക്കി തീർക്കുക എന്നുള്ളതാണ് അർത്ഥം. പക്ഷെ 35-ാമത്തെ വാക്യം മുതൽ ലേവിയുടെ ജനനത്തിന് ശേഷം പിന്നെ ഭർത്താവിനെ കുറിച്ച് ലേയ പരാമർശിക്കുന്നില്ല. അവൻ ഒരിക്കലും അവളെ വാസ്തവമായും സ്നേഹിക്കുകയില്ല എന്ന വസ്തുത ഇപ്പോൾ അവൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതാണ് തന്നെ ഇനി നിരന്തരം ദൈവത്തിൽ മാത്രം ആശ്രയിക്കുവാനും ദൈവത്തിൽ സന്തോഷിക്കുവാനും അപ്രകാരം ദൈവസന്നിധിയിൽ ഒരു സമാധാനം കണ്ടെത്തുവാൻ അവൾ ശ്രമിച്ചു. 4ാമത്തെ മകൻ തനിക്ക് ജനിച്ചപ്പോൾ ഇനി ഞാൻ യഹോവയിൽ ആശ്രയിച്ച് കർത്താവിൽ സന്തോഷിച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കും. അതുകൊണ്ടാണ് യഹൂദയ്ക്ക് സ്തുതി, സ്തോത്രം, ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്നൊക്കെയുള്ള അർത്ഥതലങ്ങളുള്ള പേര് നൽകിയത്. പ്രിയമുള്ളവരെ, ഈ സ്നേഹമില്ലായ്മയും അംഗീകാരമില്ലായ്മയും ജീവിതത്തിൽ സംഭവിച്ച സങ്കടകരമായ ഈ അവസ്ഥകളൊക്കെ സ്തുതിയിൽ അവസാനിച്ചു. സ്തോത്രം കുറഞ്ഞില്ല. ഈ സ്തുതിയും സ്തോത്രവും ഒക്കെ അവരുടെ ജീവിതത്തിൽ ആരാധനയായി ദൈവത്തുള്ള സ്നേഹമായി മാറി. തൽഫലമായി 4 പുത്രന്മാർക്ക് ശേഷം വീണ്ടും 2 പുത്രന്മാരും ഒരു പുത്രിയും കൂടെ അവൾക്ക് ജനിച്ചു. പ്രിയമുള്ളവരെ, യാക്കോബിന്റെ ഭാര്യയായ ലേയ ഇന്നും ദൈവപ്രസാദം ലഭിച്ചവൾ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. രൂത്തിന്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവർ ഇരുവരുമല്ലോ റാഹേലിന്റെ പേര് പറഞ്ഞ സ്ഥലത്ത് തന്നെ ലേയയുടെ പേര് പറയും. ഇസ്രായേൽ ഗൃഹം പണിതത്. ദൈവപ്രസാദം ലഭിച്ച ലേയ അബ്രഹാമിന്റെ കല്ലറയിൽ അടക്കപ്പെട്ടു. എന്നാൽ റാഹേൽ വഴിത്തലയ്ക്കൽ പട്ടുപോയി. ഓട്ടമോടി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. റാഹേലും ഹാരാനിൽ നിന്ന് ഇറങ്ങി തിരിച്ച് ബെഥേലിലേക്ക് കടന്നു വരികയാണ്. പക്ഷേ എത്തിച്ചേർന്നില്ല. പ്രിയരെ, നിങ്ങൾ എങ്ങനെ തുടങ്ങി എന്നുള്ളത് വിഷയമല്ല, എങ്ങനെ അവസാനിച്ചു എന്നുള്ളതാണ് വിഷയം. ഗലാത്യ സഭയുടെ പൗലോസ് പറയുന്നത് അവർ ആത്മാവിൽ ആരംഭിച്ചു, ജഡത്തിൽ അവസാനിപ്പിച്ചു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഞാൻ നല്ലപോർ പൊരുതി ഓട്ടം തികച്ചു. പൗലോസിനെ കുറിച്ച് മറ്റാരും പറയുന്നതല്ല. തിമോത്തിയോസ് പൗലോസ് മരിച്ചതിന് ശേഷം ഈ അപ്പോസ്തലനെ കുറിച്ച് പറഞ്ഞതുമല്ല. ജീവിച്ചിരുന്നപ്പോൾ പൗലോസ് പറഞ്ഞു ഞാൻ ഓട്ടമോടി തീർത്തു, തികച്ചു. നിങ്ങൾ റാഹേലിനെ നോക്കി. റാഹേൽ മരിച്ചപ്പോൾ ജനിപ്പിച്ച കുട്ടിയാണ് ബെന്യാമിൻ. അമ്മ മരിച്ചപ്പോൾ കുഞ്ഞ് ജനിച്ചു. ബെന്യാമിൻ ഗോത്രം, വഴിത്തലക്കൽ ജനിച്ച ബെന്യാമിൻ, അതും രക്തം വാർന്നു മരിച്ചു. പ്രിയമുള്ളവരെ, പുറമേയുള്ള ആകർഷണത്വവും മനോഹാരിതയും ലോകം പറയുന്ന മഹത്വവും അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടെന്ന് പറയുന്ന എല്ലാ മഹിമയുള്ള മേന്മയുള്ള മെറിറ്റോറിയസ് ആയിട്ടുള്ള എല്ലാ ഘടകങ്ങളും പ്രിയരെ കാലപ്പഴക്കത്തിൽ ഉപയോഗത്താൽ വർഷങ്ങൾ പിന്നിടുമ്പോൾ നശിക്കുന്നതാണ്, ജീർണിക്കുന്നതാണ്, പഴകുന്നതാണ്, ദ്രവിക്കുന്നതാണ്, അതൊക്കെ നശ്വരമാകുന്നതാണ്. എന്നാൽ നിലനിൽക്കുന്നത് ആന്തരികമായതാണ്. ലേയുടെ ഉള്ളിൽ അപ്രകാരം ഒരു ബോധ്യം, നിത്യമായതിനെ കുറിച്ചൊരു ചിന്ത, പുറമെയുള്ള സാഹചര്യങ്ങൾ അനുകൂലമാണോ അല്ലയോ എന്നതിനേക്കാൾ അപ്പുറമായി ഇന്ന് തന്നെ അനുഭവിക്കുന്ന ഈ റിജക്ഷൻസ്, സ്വന്തം കുടുംബത്തിൽ തനിക്ക് ഉണ്ടായിരിക്കുന്ന ഈ നിന്ന, നിശ്ചയമായും ദൈവത്തിലേക്ക് ഇതിനൊരു പരിഹാരം, ഇതിനൊരു മറുപടി ദൈവസ്ഥാനത്തിലുണ്ട്. പ്രിയമുള്ളവരെ, രാജകീയ ഗോത്രമായ യഹൂദ ലേയിൽ നിന്ന് പിറന്നു. പുരോഹിത ഗോത്രമായ ലേവി ലേയിൽ നിന്ന് പുറത്തു വന്നു. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ പുരോഹിത രാജകീയ ഗോത്രങ്ങൾ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ആ ഗോത്രത്തിലാണ് യേശു പിറന്നത്. യാക്കോബ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജീവിതകാലം മുഴുവൻ റാഹേലിന്റെ കൂടെ താമസിക്കണമെന്നായിരുന്നു. പക്ഷേ യാക്കോബ് ഏറ്റവും കൂടുതൽ നാളെ താമസിക്കേണ്ടി വന്നത് ലേയുടെ കൂടെ. ഇന്ന് പലക്കാലം പറയുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി, നമ്മുടെ ഫോക്കസ്, നമ്മുടെ ലക്ഷ്യം, കാഴ്ചപ്പാട്, നമ്മുടെ മുമ്പിൽ ഇപ്രകാരമുള്ള തെരഞ്ഞെടുപ്പുകളുണ്ട്. നാം നൽകുന്ന പ്രാധാന്യം ഒരിക്കൽ കൂടെ എന്താണെന്ന് ഒന്നുകൂടെ പുനഃപരിശോധന ചെയ്യുവാൻ റാഹേലും യാക്കോബിന്റെ കൂടെ ഇറങ്ങി തിരിച്ചു. പക്ഷെ എത്തിച്ചേർന്ന് അബ്രഹാമിന്റെ കല്ലറയിൽ അവസാനിക്കുവാൻ ഇടവന്നില്ല. പ്രിയമുള്ളവരെ, ലോകം പറയുന്ന താഴ്ചകള്, പോരായ്മകള്, കുറവുകള്, ലോകം കണ്ടെത്തി നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന പുറമേയുള്ള സാഹചര്യങ്ങൾ പലത് കാണാം. പക്ഷെ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു കൃപയുണ്ട്. നിങ്ങളുടെ മേൽ പകരപ്പെടുന്ന ദൈവകൃപയുണ്ട്, ഒരു ദൈവ മഹത്വമുണ്ട്. അതിനെയും അതിജീവിച്ച് നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയുന്ന
ദൈവ തേജസ്സും ലോകം നിങ്ങൾക്ക് നൽകുന്ന കൃപകളിൽ, പോരായ്മകളിൽ, അല്ലെങ്കിൽ ലോകം നിങ്ങളുടെ മേലെ ആരോപിക്കുന്ന ഭാഗ്യമായ അവരുടെ വിധി നിർണയത്തിൽ നാം അവസാനിക്കുകയില്ല. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ മാത്രമേ പൂർത്തീകരിക്കപ്പെടുത്തൂ. കാരണം വാഗ്ദത്തം നിങ്ങൾക്കുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വലുതാണ്. ഈ ലേയെക്കുറിച്ചുള്ള പഠനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു.